പ്രിയമുള്ളവരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 സെപ്റ്റംബർ 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള, അതായത് 1201 ചിങ്ങമാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള, ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ സെപ്റ്റംബർ 3 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട്. സെപ്റ്റംബർ 4-ാം തീയതി ഉത്രാടം നക്ഷത്രമാണ്. തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടപ്പാച്ചൽ. അത് കഴിഞ്ഞ് 5-ാം തീയതി തിരുവോണമാണ്. അതും കഴിഞ്ഞ് 7-ാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ്, ചതയൻ നക്ഷത്രമാണ്. അന്ന് തന്നെ സെപ്റ്റംബർ 7-ാം തീയതിയും 8-ാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച്, നൊസ്റ്റാൾജിയാണ് ഓണം, ഒരു വികാരമാണ് മലയാളിക്ക്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം ഒരു നൊസ്റ്റാൾജിയ മലയാളിക്ക് തിരുവോണമായാലും, അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട്. അതവർ പ്രകടിപ്പിക്കുന്നു. എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെയായാലും, ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും, എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട്. കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ്. പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ. ഇന്ന് മലയാളി മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു. വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു. അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു. എന്തിന് വിദേശികളുടെ വാലന്റൈൻ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഏതായാലും വാരഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. വൃശ്ചികൻ രാശിക്കാർക്ക് 2-ൽ ചന്ദ്രൻ, 4-ൽ രാഹു, 5-ൽ ശനി, അഷ്ടമത്തിൽ വ്യാഴം, 9-ൽ ശുക്രൻ, 10-ൽ സൂര്യൻ, ബുധൻ, കേതു, 11-ൽ ചൊവ്വ. പലപ്പോഴും കുടുംബത്തിനോടുള്ള താല്പര്യം കുറയുന്ന സമയമാണ്. ചില സ്ത്രീ സൗഹൃദങ്ങൾ വരാം. അത് ഭാര്യ ദാമ്പത്യ വിഷയത്തിൽ പ്രയാസങ്ങളാകാം. ഡൈവേഴ്സ് ചെയ്തവർക്ക് ഒരു പുനർവിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ്. പുരുഷനായാലും സ്ത്രീയായാലും തനിക്കിഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ഈ ഓണക്കാലത്തൊക്കെ കാണാം, അല്ലെങ്കിൽ പുരുഷനെ കാണാം. അങ്ങനെ അത് സൗഹൃദമായി വളരാം, അത് വിവാഹത്തിലേക്ക് എത്താം. ഇങ്ങനെ ധാരാളം നല്ല കാര്യങ്ങൾ സംഭാവ്യമാകും വൃശ്ചികം രാശിക്കാർക്ക്. അഷ്ടമ വ്യാഴമാണ്, അതിനാൽ ശ്രദ്ധിക്കുക. ധനം വന്നാലും ദ യൂട്ടിലിറ്റി ഓഫ് മണി ഷുഡ് ബി വെരി കെയർഫുൾ. ആ ധനത്തെ സംരക്ഷിക്കുവാനുള്ള പദ്ധതികളാക്കിയാൽ പലപ്പോഴും ധനപരമായി ധാരാളം ഭാഗ്യം വരും. വെളുത്ത പക്ഷത്തിൽ ബലവാനായ ചന്ദ്രനാണ്, അത് ഭാഗ്യാധിപനാണ്. അദ്ദേഹം എവിടെ നിൽക്കുന്നു? 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. അതിനാൽ സാമ്പത്തിക അഭിവൃദ്ധി വാരം ഉണ്ടാകാം. പ്രത്യേകിച്ച് പലിശ, ധനകാര്യ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് ബോണസ് ലഭിക്കുക. അപ്രകാരം ഷെയർസ്, ബാങ്കിൻ്റെ ഷെയർ എടുക്കുന്ന വ്യക്തികൾക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. കുസീതേന ഏ വൃദ്ധിരസ്മൈ ദധീരൻ എന്നാണ് 9-ൽ ശുക്രൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. താൻ പലിശ വ്യാപാരം ചെയ്ത് കാശുണ്ടാക്കും. ഇന്ന് പലിശ വ്യാപാരം എന്താണ്? ഷെയർ മാർക്കറ്റിംഗ് ആണ്. അതിനാൽ പലപ്പോഴും നല്ല ബാങ്കുകളുടെ ഷെയർസൊക്കെ എടുത്ത് തനിക്ക് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി പ്രദാനം ഈ വാരം ചെയ്യപ്പെടും. കർമ്മമേഖലയിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വാഹനം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ കർമ്മമേഖലയിൽ ഓണം കഴിഞ്ഞ് ഉടൻ ലഭിക്കും. ലീവൊക്കെ കഴിയുമ്പോൾ തന്നെ ബോസ് വിളിച്ച് തനിക്ക് പ്രത്യേക ചില അപ്രീസിയേഷൻ തരിക, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ തനിക്ക് തരിക. അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ പാടില്ല. കാരണം 11-ാം ഭാവത്തിൽ ചൊവ്വയാണ്. സകൃത് ശൂന്യത അർത്ഥേജ പൈശൂന്യ ഭാവാൽ. അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ അത് തനിക്ക് ബുദ്ധിമുട്ടായി വരുമെന്ന് അറിയുക. ഓണമാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മൂക്കറ്റം ഭക്ഷണം കഴിച്ചാൽ ശാരീരികമായ ക്ലേശങ്ങൾ വരും, ഉദരരോഗം വരും, ഫുഡ് പോയ്സൺ വരും. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഈ വാരം വൃശ്ചികൻ രാശിക്കാർക്ക് നല്ലതാണ്. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഓണക്കാഴ്ചകളും ഓണ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.